എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? നിങ്ങൾ എന്താ ഈ CPM-നെ കുറിച്ച് കേരളത്തിലെ ജനങ്ങളെ പഠിപ്പിക്കാൻ പരിശ്രമിക്കുന്നത്? നിങ്ങൾ ഏറ്റവും വെറുക്കപ്പെടേണ്ടുന്ന വർഗീയത പ്രചരിപ്പിക്കുന്ന ഒരു പാർട്ടിയായിട്ട് CPM-നെ വിലയിരുത്താനുള്ള ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് എവിടുന്നാണ് കിട്ടിയത്? ജമാഅത്തെ ഇസ്ലാമിയെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും വലിയ പൊള്ളുന്നേ? ജമാഅത്തെ ഇസ്ലാമിയെ പറഞ്ഞാൽ അതെങ്ങനെ ഇസ്ലാമിനെതിരാവുന്നത്? ഒരു വർഗീയ സംഘടനയെക്കുറിച്ച് പറഞ്ഞാൽ, RSS-നെ കുറിച്ച് പറഞ്ഞാൽ, ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞാൽ ആ സമൂഹത്തിന് പൊള്ളേണ്ട കാര്യം തനിക്ക് നിശ്ചയമുണ്ടോ ഉത്തമ? അത് ആ സമൂഹത്തെ തെറ്റായ വഴിയിലേക്ക് നയിക്കാൻ പരിശ്രമിക്കുന്ന വർഗീയ സംഘടനകളെ ചൂണ്ടിക്കാണിക്കേണ്ട ബാധ്യത മതേതര രാഷ്ട്രീയ പാർട്ടികൾക്കില്ലേ? ഇവിടെ AK ബാലൻ പറഞ്ഞത് മുസ്ലിം സമൂഹത്തെയാണോ ജമാഅത്തെ ഇസ്ലാമി? ഒരുപാട് കള്ളങ്ങൾ കൊണ്ട് പുതിയൊരു വിശദീകരണം ഇനി ഇവിടെ വേണ്ട. സംസാരിക്കുന്ന കേട്ടാ തോന്നുന്നു AK ബാലൻ മുസ്ലിം സൊസൈറ്റി ആകെ ആക്ഷേപിച്ചു എന്നാണ്. എന്നൊന്നുമില്ല. സൊസൈറ്റിയുടെ ആകെ പ്രാതിനിധ്യം ഞാൻ പറയാത്ത ഒന്നും എന്റെ വായിൽ കൂടി പറയണ്ട. ഞാൻ പറഞ്ഞത് വസ്തുതാപരമായ എന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ അങ്ങ് ചൂണ്ടിക്കാണിക്കാം. ഒരു വസ്തുതാവിരുദ്ധ ചൂണ്ടിക്കാണിക്കാം. വെള്ളാപ്പള്ളിയായിട്ട് സമീകരിക്കുന്ന വെള്ളാപ്പള്ളിയാണ് ആദ്യം പറഞ്ഞത്. മാറാട് CPM-ന്റെ ആളല്ല. വെള്ളാപ്പള്ളിയാണ് മാറാട് ആദ്യം പറഞ്ഞത്. AK ബാലൻ ആവർത്തിക്കുകയാണ്. നിങ്ങൾക്ക് എന്താ സാർ പൊള്ളുന്ന? സാറേ, മാറാട് കേരളത്തിന് പൊള്ളുന്ന വിഷയമാണ്. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം. സാറേ, മാറാട് കേരളത്തിന് പൊള്ളുന്ന വിഷയമാണ്. അത് ആവർത്തിക്കേണ്ട ഒന്നല്ല, അത് വോട്ട് പിടിക്കേണ്ട ഒന്നല്ല. കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. വോട്ട് പിടിക്കാൻ എടുത്ത് ഉപയോഗിക്കേണ്ട ഒരു ആയുധമല്ല മാറാട്. കേരളം മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വർഗീയ കലാപത്തിന്റെ കറുത്ത ഓർമ്മയാണ് മാറാട്. അതെടുത്തിട്ട് വീശുക. മാറാട് കലാപം ഇപ്പൊ ആദ്യമായിട്ട് ഉയർത്തിയത് എന്തോ ആളാക്കിയതാണല്ലേ? മാറാട് കലാപം ഇപ്പൊ തന്നെ ഉയർത്തിയത് ശ്രീ AK ആന്റണിയാ, ഇടതുപക്ഷമല്ല. ആരുടെയെങ്കിലും ഒക്കെ പുറത്ത് കുതിര കയറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഈയിടെ വളരെ കൂടുതൽ. AK ബാലൻ അല്ല ഉയർത്തിയത്, AK ആന്റണിയാ. AK ആന്റണിയാണ് ഈ അടുത്ത സമയത്ത് മിണ്ടാതിരുന്നിട്ട് മിണ്ടിയപ്പോൾ മാറാട് പ്രശ്നം എടുത്തിട്ടത്. എന്തോന്നാണോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അന്ന് ഇടതുപക്ഷമാണ് മാറാട് പ്രശ്നത്തിൽ വളരെ ട്രാൻസ്പെറന്റ് ആയ ഒരു നിലപാട് സ്വീകരിക്കുകയും അവിടെ വർഗീയ കലാപം ആളിപ്പടരാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്തു. നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നത്? RSS എടുത്ത നിലപാടെന്താ? RSS കുഞ്ഞ ഒരു മന്ത്രി ആ സ്ഥലത്തേക്ക് ചെല്ലണ്ടെന്ന് പ്രഖ്യാപിച്ചപ്പോ മുഖ്യമന്ത്രി ശ്രീ AK ആന്റണി ആ മന്ത്രിയെ റെസ്റ്റ് ഹൗസ് ഇരുത്തിയിട്ട് പോയെന്തിനാ? തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ? ഇനി തള്ളല്ലേ, താങ്ങും. ഇപ്പോഴാണ് ശ്രീ AK ആന്റണി ആ വിഷയം വീണ്ടും ഉയർത്തിയത്. മാറാട് കലാപം ഞങ്ങൾ ഉയർത്തിയതല്ല. പക്ഷെ പറയാനുള്ള കാര്യം, UDF അധികാരത്തിൽ ഇരിക്കുമ്പോൾ എല്ലാ കാലത്തും വർഗീയതകളെ ഉണ്ടായിട്ടുണ്ട് സാർ. അത് ശ്രീ K കരുണാകരൻ ഇരിക്കുമ്പോൾ, ശ്രീ ഉമ്മൻചാണ്ടി ഇരിക്കുമ്പോൾ, ശ്രീ AK ആന്റണി ഇരിക്കുമ്പോൾ എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഈ പാടിന്റെ പുറകിൽ ഒരുപാട് കഥകളുണ്ടല്ലേ ഈശോ മറിയ ഔസേപ്പേട്ട? മാറാട് കലാപത്ത് ഉണ്ടായതും ഉൾപ്പെടെയുള്ള കലാപങ്ങൾ UDF-ന്റെ കാലത്ത് വർഗീയതകളെ ഉണ്ടാകാനുള്ള കാരണം വർഗീയ ശക്തികളെ അവർ പ്രീണിപ്പിക്കുന്നു, സാമുദായിക ശക്തികളെ പ്രീണിപ്പിക്കുന്നു. അതുപോലെ ജമാഅത്തെ ഇസ്ലാമി, നിങ്ങൾ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചപ്പോൾ ദേശാഭിമാനി നന്ദി രേഖപ്പെടുത്തിയെന്ന്. ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിലെ ആകെ കോൺഗ്രസിനും BJP-ക്ക് എതിരായിട്ട് വോട്ട് ചെയ്തെന്നറിയോ? 1996-ലാണ്. അത് മസ്ജിദിന്റെ പ്രശ്നത്തിലുള്ള നെഗറ്റീവ് വോട്ടാണ്. അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടമായി. 87-ലാണ് അവർ ആദ്യമായിട്ട് വോട്ടിങ്ങിൽ പങ്കെടുക്കുന്നത്. അന്ന് അവർ UDF-നാണ് വോട്ട് ചെയ്തത്. 92-ൽ ഇറങ്ങിയ പ്രബോധനം മാസിക അങ്ങെടുത്ത് വായിച്ചാൽ മതി. ഈ നാട്ടിൽ നീ എല്ലാവരോടും പാടിക്കൊണ്ട് കിടക്കുന്ന പാട്ടല്ലേ? 3/4/2009 ദേശാഭിമാനി ഒരു വാർത്ത വായിക്കാം. CPK ഗോപൻ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി LDF-ന് പിന്തുണ പ്രഖ്യാപിച്ചു. വയനാട്, പൊന്നാനി മണ്ഡലങ്ങൾ ഒഴികെ 18 സീറ്റിലും LDF-നാണ് പിന്തുണയെന്ന് ജമാഅത്ത് കേരള അമീർ T ആരിഫ് അലി അറിയിച്ചു. വർഗീയ ഫാസ്റ്റ് ശക്തികളും സാമ്രാജ്യത്വനുകൂല സംഘടനകളും അധികാരത്തിൽ വരാതിരിക്കാൻ ഇടതുപക്ഷ മതേതര ശക്തികളുടെ സമ്മർദ്ദശേഷി വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ. ആരാണ് T ആരിഫ് അലി? ജമാഅത്തുമായി നടത്തിയ രഹസ്യ ചർച്ചയല്ല പിണറായി. മറ്റൊരു പത്രവാർത്തയാണ്. ജമാഅത്തെ ഇസ്ലാമിൽ നടന്നത് രഹസ്യ ചർച്ചയല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ കോൺഗ്രസുകാർ അനാവശ്യ വിവാദം ഉണ്ടാക്കുകയാണെന്ന് വടക്കാഞ്ചേരിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. അതെന്താണെന്ന് അറിയാനുള്ള താല്പര്യത്താൽ ചിലർ അതുവഴി തലയിൽ മുണ്ടിട്ട് വന്നിട്ടുണ്ടാകാം. അതിലൊരു കാര്യം വ്യക്തമായി പറയാം, ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന അകൽച്ച മാറി. ഞങ്ങൾ ആരെയും പിണക്കില്ല, പിണറായി പറഞ്ഞു. മറ്റൊരു പത്രവാർത്ത. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. നിങ്ങൾക്കൊപ്പം ജമാഅത്ത് നിൽക്കും. അവരുടെ വോട്ട് വാങ്ങാൻ ഒരു മടിയുമില്ല. പാർട്ടി മുഖപത്രത്തിൽ എഡിറ്റോറിയൽ എഴുതാൻ ഒരു മടിയുമില്ല. നിങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ അവർ കൊടിയ ഭീകരവാദികൾ, വർഗീയവാദികൾ. ഇതൊക്കെ മനസ്സിലാക്കാൻ കേരളത്തിന് ബുദ്ധിയില്ലെന്നാണ്. അവരുടെ നിലപാടെന്ന് പറഞ്ഞാൽ ജനാധിപത്യം ആവശ്യമില്ല, അതുപോലെ മതേതരത്വം പാടില്ല. അവരൊരു മതരാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി നിൽക്കുകയാണെന്ന് വളരെ കൃത്യമായി പ്രഖ്യാപിക്കുന്ന ഒരു സംവിധാനമാണ് ജമാഅത്തെ. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോട്.
കുതിരവട്ടമല്ല. ജമായത്തെ ഇസ്ലാമിയും മുസ്ലിം വിഭാഗവും ഒന്നല്ല എന്ന് ആര് പറയുന്നത്? അതുപോലെ തന്നെ മുസ്ലിം ലീഗും ജമായത്തെ ഇസ്ലാമിയും ഒന്നല്ല. ജമാഅത്തിന്റെ വോട്ടിന് നിങ്ങൾ ഒരു ഐത്വം കൽപ്പിക്കാത്തവരാണ്. ഞാൻ പറയട്ടെ അതിനെ ശ്ലാഘിച്ച് നിങ്ങളുടെ പാർട്ടി മുഖപത്രത്തിൽ ലേഖനം എഴുതിയവരാണ്. എന്നെ ഒന്ന് അമീർ കണ്ടാൽ രമേശ് ചെന്നിക്ക് എന്തിനാ വേവലാതി എന്ന് ചോദിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ആകെ ചളമായി ഇനിയിപ്പോ എന്തോ ചെയ്യും? ചക്ക കുഴയുന്ന പോലെ ഇപ്പോ നിങ്ങൾ ഈ ജമാഅത്തിനെതിരെ ആരോപിക്കുന്ന ഭീകരവാദം കേട്ടാൽ ഇത് ജനത്തിന് മനസ്സിലാവില്ലേ? 10 വോട്ട് കിട്ടാനുള്ള ഉടായി പോണിയാണ്. അവൻ പറഞ്ഞ നേരെ ഞങ്ങൾ അങ്ങനെയുള്ള ഒരു പാർട്ടിയല്ല. ഞങ്ങൾ നേരെ വാ നേരെ ചൊവ്വേ എന്ന് കേരളത്തിലെ ജനങ്ങളോട് രാഷ്ട്രീയം പറയുന്നു. അത് ശരി. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുണ്ടായത്, ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് വോട്ടുണ്ടായത് നെഗറ്റീവ് വോട്ടാണ്. അത് ബാബറി മസ്ജിദിന്റെ തകർച്ചയെ തുടർന്നാണ് ഇന്ത്യ രാജ്യത്ത് അൽ ഖ്വയ്ദയുടെ തീവ്രവാദ ഗ്രൂപ്പ് ഉണ്ടാവുന്നത്. എന്തിനാണോ ഇവരൊക്കെ അകത്തോട്ട് പറഞ്ഞു വിടുന്നത്? അവിടുന്ന് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട്ടുകൂടെ? ഹിന്ദു വർഗീയത മുസ്ലിം വർഗീയതയെ പറഞ്ഞാണ് വോട്ട് വാങ്ങിക്കുന്നത്. മുസ്ലിം വർഗീയത ഹിന്ദു വർഗീയതയും പറഞ്ഞാണ് വോട്ട് വാങ്ങിക്കുന്നത്. അവിടെ മതേതര കക്ഷികൾക്ക് 2 വർഗീയതയും തള്ളി പറയേണ്ടി വരും. അങ്ങനെ തള്ളി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ. ബാബറി മസ്ജിദിന്റെ പ്രശ്നത്തിൽ മുസ്ലിം ലീഗ് വരെ ഇടതുപക്ഷമായിട്ട് ചേരാൻ ആഗ്രഹിച്ചു എന്നുള്ളവർ അങ്ങേക്കറിയാവോ? മുസ്ലിം ലീഗിനെ കേരളത്തിൽ ഇടതുപക്ഷം മുന്നിൽ ഉൾപ്പെടുത്തേണ്ട തീരുമാനം പണ്ട് മുതലേ ഉള്ളതുകൊണ്ടാണ്. കാരണം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് പിളർപ്പ് പോലും ഉണ്ടായതിന്റെ എം വി രാഘവൻ പുറത്തു പോയത് മുസ്ലിം ലീഗിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ശ്രീ കെ കരുണാകരനെ താഴെ ഇറക്കണം എന്ന ബദൽ രേഖ അവതരിപ്പിച്ചതിന്റെ പേരിൽ ശ്രീ എം വി രാഘവൻ CPM ൽ നിന്ന് പുറത്തു പോയത്. അതുകൊണ്ട് വർഗീയ കക്ഷികളുമായിട്ട് ഒരു കാലത്തും ബന്ധം വേണ്ട എന്നുള്ളത് CPM-ന്റെ ഒരു സമയത്ത് നിലപാടല്ല. എല്ലാ പേരിലാണെങ്കിലും അവരുടെ വോട്ട് വാങ്ങുന്നതിൽ പ്രശ്നമില്ല. ഏത് നെഗറ്റീവ് വോട്ടാണെങ്കിലും അവരുടെ വോട്ട് വാങ്ങി ജയിക്കുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല. അതിന് അവരോട് നന്ദി പറയുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല. അക്കാലത്ത് അത് അക്രോൾ ചെയ്യുന്നതിൽ, അതിന് നന്ദി പറയുന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് കുഴപ്പമില്ല. അവൻ കാണിച്ചത് നാലാളറിയിട്ട് അവൻ മഹാ തെമ്മാടിയാണെന്ന്. ഈ അവസരവാദം എന്നൊരു വാക്കുണ്ട് CPK. അവസരവാദത്തിന്റെ പ്രശ്നമല്ല ഇത്. അവസരവാദം ഈ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതും വർഗീയ സംഘടനകളുമായിട്ട് ബന്ധം ഉണ്ടാക്കുന്നതും രണ്ടും രണ്ടാണ്. 85 വോട്ടിംഗ് പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ട് 87 അവർ വോട്ട് ചെയ്യുന്നത് UDF-ലാണ്. അങ്ങാടി തോറ്റന് അമ്മയുടെ അടുത്ത് കുതിര വോട്ട് കിട്ടിയപ്പോ ഇവരിത്ര വൃത്തികെട്ട കൂട്ടരാണ് എന്ന് നിങ്ങൾ പറഞ്ഞവരല്ല, ആ വോട്ട് വാങ്ങിയവരാണ്. ഇവിടെ നടക്കുന്ന എല്ലാ സ്ഫോടനങ്ങൾക്കും പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിയാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ട് പ്രസ്താവനയുമായി ശ്രീ ആരാടൻ മുഹമ്മദ് രംഗത്ത് വന്നത് എന്തിനാണെന്ന് നിങ്ങൾ തന്നെ ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ ചില രാഷ്ട്രീയമുണ്ട്. അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവർ സ്വീകരിക്കാൻ പോകുന്ന മൃദു ഹിന്ദുത്വമാണ് ഇവിടെ പുറത്തു വന്നിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ സഭയിൽ കുറ്റം പറഞ്ഞ ആര്യാടനെ സഭയിൽ തിരുത്താണ് കേട്ടോ കോടിയേരി. ഞാൻ അയച്ചുതരാം അങ്ങേക്ക് സഭാരേഖ. ശ്രീ ഹാഷ്മി അങ്ങോട്ട് എഴുന്നേറ്റ് നിന്നിട്ട് CPM-നെ വാരി നിലത്തടിച്ചെന്നുള്ള അഭിമാനത്തോടുകൂടി ചർച്ച തുടങ്ങരുത്. ഒന്നുമില്ല, ഞാൻ സഭാരേഖ വായിച്ചു. നിങ്ങൾ പറഞ്ഞ ആമുഖം മുഴുവൻ വളരെ ആക്ഷേപകരമായ കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ സഭാരേഖ വായിച്ചു. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. ഞാൻ പറഞ്ഞ ആമുഖത്തിൽ വസ്തുതാവിരുദ്ധമായ ഒന്നെങ്കിലും അങ്ങനെ ചൂണ്ടിക്കാണി കഴിയില്ല. കാരണം പറഞ്ഞത് 100% വസ്തുതയാണ്. എല്ലാം ഇയാൾക്കറിയാം. ശരിയല്ലടോ? അതെ അതെ ശരിയാണ്. മുഴുവൻ വസ്തുതാവിരുദ്ധമാണ്. മുഴുവൻ വസ്തുതാവിരുദ്ധം. ഒരു വരി പറയാമോ? ഒരു വരി. അങ്ങ് പറഞ്ഞത് മുഴുവൻ വസ്തുതാവിരുദ്ധമാണ്. സിംഗിൾ ലൈൻ പറയാമോ? ജമാഅത്തെ ഇസ്ലാം അല്ല എന്റെ കാര്യം ഞാൻ ഏറ്റു. ഏറ്റു സംശയിക്കണ്ട, ഞാൻ ഏറ്റു. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.